ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് ലുലു മാളിലാണേ. കൂടെ കുട്ടികളെയും കൂട്ടിയിട്ടുണ്ട്. ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അവിടെ സ്റ്റാഫുകളുടെയൊക്കെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇഫാക്കുട്ടി ഓടി വന്നൊരു സെൽഫി എടുക്കാം അമ്മയെന്ന് ചോദിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ ഫാഷൻ സ്റ്റോറിലേക്ക് പോയി. അവിടെയും നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മിക്സി നോക്കാനായിട്ട് പോയി. മിക്സിക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഫുഡ് പ്രോസസ്സറിനൊക്കെ ആണെങ്കിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഫുഡ് പ്രോസസ്സർ വാങ്ങിക്കണമെന്നുള്ളത്. എന്തായാലും അതങ്ങ് സാധിച്ചു കിട്ടി. വാഷിംഗ് മെഷീനൊക്കെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ടോയ്സ് സെക്ഷനിലോട്ടായിരുന്നു. അവിടെയും 50% ഓഫറൊക്കെ ഉണ്ടായിരുന്നു. കതിജുനാണെങ്കിൽ എല്ലാ ടോയ്സും വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അലിക്കുട്ടൻ ഓടി വന്നൊരു കാറും എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞു. അവനത് വാങ്ങിക്കുകയും ചെയ്തു. അത് കണ്ടിട്ട് കതിജുമോൾ പോയി ഒരു ഡോളിനെ എടുത്തുകൊണ്ട് വന്ന് അവൾക്കത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. വാശി പിടിച്ചു കേട്ടോ. പിന്നെ അതും വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് സെക്ഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ അലിക്കുട്ടന് ഷവർമ വേണമെന്ന് പറഞ്ഞു. ഷവർമ വാങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ ബിരിയാണിയും കുറച്ച് ഫ്രൈഡ് റൈസും ഒരു പൊതിച്ചോറും കൂടെ വാങ്ങി കേട്ടോ. ഇതെല്ലാം വാങ്ങി ഞങ്ങൾ മുകളിലത്തെ ഫുഡ് കോർട്ടിലോട്ട് പോയി. അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു. ഭാഗ്യത്തിന് എല്ലാവർക്കും സീറ്റ് കിട്ടി. ഇഫാക്കുട്ടിയാണെങ്കിൽ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ലുലു കണക്റ്റിൽ പോയി ബെഡ്ഷീറ്റൊക്കെ നോക്കി. ബെഡ്ഷീറ്റിനുമൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അവിടുന്ന് 2 ബെഡ്ഷീറ്റൊക്കെ വാങ്ങി. പിന്നെ നേരെ മിക്സി വാങ്ങിക്കാനായിട്ട് പോയി കേട്ടോ. അതും വാങ്ങി അവിടുന്ന് തന്നെ അതിൻ്റെ ബില്ലടിക്കുകയും ചെയ്തു. പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെയും നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് വാഷ് വാങ്ങി. ആഫ്റ്റർ വാഷിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അതും വാങ്ങി. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം അവിടുന്ന് തന്നെ വാങ്ങി. ഇതെല്ലാം വാങ്ങിയിട്ട് നേരെ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതും ഒരെണ്ണം വാങ്ങി. ബില്ലടിക്കുന്ന സെക്ഷനിൽ നല്ല തിരക്കായതുകൊണ്ടെല്ലാം വേഗം തന്നെ വാങ്ങി കേട്ടോ. നേരെ ഞങ്ങൾ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അവിടെയും നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്കൊക്കെ ആണെങ്കിൽ പകുതിയുടെ പകുതി വിലയേ ഉള്ളായിരുന്നു. പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ബിരിയാണി പോട്ട് കണ്ടത്. നോൾട്ടയുടെ ബിരിയാണി പോട്ടിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഡിറ്റർജൻറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അതും വാങ്ങി ഞങ്ങൾ നേരെ ഫ്രൂട്ട് സെക്ഷനിലോട്ട് പോയി. അതിന് ഞങ്ങൾ ആപ്പിളും അവക്കാഡോയും പിയറും എല്ലാം വാങ്ങി. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കിവിയും മാങ്കോസ്റ്റിനും ഒക്കെ ഉണ്ടായിരുന്നു. അതുമെല്ലാം വാങ്ങിച്ചു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ബിരിയാണി പോട്ട് നോക്കാനായിട്ട് പോയി കേട്ടോ. പക്ഷേ ഇക്ക പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് തിരിച്ചു വെച്ചു. പിന്നെ നേരെ വന്ന് ബില്ലടിച്ചു. മോപ്പിനുമൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതിലും ഒരെണ്ണം വാങ്ങി. ഇനിയും നിന്നാൽ വീണ്ടും സാധനം വാങ്ങിക്കുമെന്ന് കരുതി ഇക്ക വേഗം ബില്ലിൻ്റെ സെക്ഷനിലോട്ട് പോയി കേട്ടോ. കൈജു അടുത്ത ഡോളുമായിട്ട് വരുന്നുണ്ട്.